ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. ഞാൻ വന്ന് വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫ്രിഡ്ജിൽ വെച്ച് അപ്പോഴേ ഇവിടോട്ട് വന്നിരുന്നതാണ്. കുറച്ച് താമസിച്ചാണ് ഇന്ന് വന്നത്. അങ്ങനെ വന്ന് ഈ മൊബൈൽ നോക്കിയപ്പം കാണാൻ നമ്മുടെ ഹേമസുധ വീഡിയോ ഒക്കെ ഇട്ടേക്കുന്നു. അവരുടെ ആറ്റുകാൽ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളാണിപ്പം കുറേ ദിവസങ്ങളായിട്ട് പറയുന്നത്. അങ്ങനെ ഉത്സവമൊക്കെ തീർന്ന്, ഞങ്ങളുടെ ഉത്സവമൊന്നും തീർന്നില്ല. അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞങ്ങളുടെ ഉത്സവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ദിവസങ്ങളുണ്ട് ലാസ്റ്റ് ദിവസത്തെ ഉത്സവത്തിന്. അപ്പോഴേ പിന്നെ കാണുന്നത് നമ്മുടെ മമ്മൂക്കയുടെ കാര്യം പറയുന്നതാണ്. മമ്മൂക്കയെ പറ്റി ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു. അത് നല്ല റീച്ചായതാണ്. മമ്മൂക്ക ഇപ്പോൾ എന്തോ അസുഖമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു വീഡിയോസിലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് പലതും. നമുക്കൊന്നും അറിയാൻ വയ്യ. നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യത്തെപ്പറ്റി നമുക്കൊന്നും പറയാനും പറ്റില്ല. അപ്പം എന്നാലും ഞാൻ ഒരു കാര്യം പറയാം. കോമണായിട്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ജീവിച്ചു പോകുന്നു. നമ്മൾ വിചാരിക്കും നമുക്കൊരു അസുഖവും ഇല്ലെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന്, ബോഡി കംപ്ലീറ്റ് ഓൾ ബോഡി ചെക്കപ്പ് ഒന്ന് ചെയ്യാമെന്ന്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ഇതൊന്നും അറിയാതിരുന്ന ഒരു കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ട് നമ്മളിങ്ങനെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ഇതൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴാണ് നമ്മൾ പിന്നെ തകർന്നു പോയാൽ പിന്നെ നമുക്ക് ജീവിക്കണമെന്ന് പോലും തോന്നത്തില്ല. അങ്ങനെയാണ് ഇന്ന് ഞാൻ പത്രത്തിലൊരു വാർത്ത കണ്ടു. നമ്മുടെ ഒരു കൊച്ചിനെയും കൊന്ന്, അതുപോലെ തന്നെ ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മരിക്കുകയും ചെയ്തു, സൂയിസൈഡ് ചെയ്തു. ഇതെല്ലാം സംഭവിക്കുന്നത് അവർക്ക് എല്ലാവർക്കും അസുഖം ആർക്കൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചപ്പോഴാണ്. അത് താങ്ങാൻ വയ്യാതെ ചില അസുഖങ്ങൾക്കൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിൽ നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറത്തുള്ള പിന്നെ പൈസ ചിലവായിരിക്കും. അതൊക്കെ എങ്ങനെ നമ്മൾ അഫോർഡ് ചെയ്ത് കൊണ്ടുപോകുമെന്നുള്ള ചിന്തയിൽ ചില ആളുകൾ തകർന്നു പോകും. അവർ വിചാരിക്കും ഇനി ജീവിക്കേണ്ടെന്ന്. അങ്ങനെയാണ് മിക്ക മരണങ്ങളും നടക്കുന്നത്. സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട് അതെല്ലാം കണ്ടതിൽ. മമ്മൂക്കയെ പോലെ മമ്മൂക്കയ്ക്ക് ഒരു കുഴപ്പവും കാണത്തില്ല. ഇനിയും പുള്ളി നല്ല പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇനി എവിടെയെങ്കിലും ഉദ്ഘാടനം ഉണ്ടെങ്കിൽ ഇന്നാൾ ഉന്തിത്തള്ളി പോയി കണ്ട കണക്ക് വീണ്ടും കാണാം. അങ്ങനെ നമുക്ക് ഓരോ സിനിമയും കണ്ട് ആസ്വദിക്കാം. ഇങ്ങനെ അസുഖങ്ങളൊന്നും നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ തകരാനിട വരരുത്. നമുക്ക് എനിക്കും ഒരു കുഞ്ഞു മനസ്സാണുള്ളത്. ഇപ്പം എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ വന്നാൽ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. ഇന്ന് എനിക്ക് കുറച്ച് സ്ട്രെസ്സ് പലരും തന്നിട്ടുണ്ട്. ഒരു കാര്യവും ഇല്ലാതെ തരുന്നതാണ്. നമ്മൾ നല്ലതായിട്ടിരിക്കുമ്പോൾ ആളുകൾക്ക് സഹിക്കത്തില്ല. അപ്പോൾ അവർ വിചാരിക്കും ഇവരെ ഏതെങ്കിലും രീതിയിൽ തകർക്കാമെന്ന്. എന്നാൽ അവർക്കറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ ഒറ്റയാനായിട്ടിരിക്കുന്നവരാണ് നല്ല പോസിറ്റീവായിട്ട് നല്ല വിചാരിക്കുന്നതിനെക്കാട്ടിലും അപ്പുറത്തെ രീതിയിലോട്ട് മാറുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ സുനിത വില്യംസ് എന്ന് പറഞ്ഞ ആ മഹത് വ്യക്തി ഇത്രയും ഉയരങ്ങൾ കീഴടക്കി. ആ മനസ്സിൻ്റെ ആ സ്റ്റബ് അത്രയ്ക്ക് നല്ല ഉറപ്പുള്ള ആ മനസ്സും എല്ലാം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഉള്ള ഒരു വലിയ ഒരു അച്ചീവ്മെൻറ്റ് നേടിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ ഈ ഒറ്റയാന്മാരെ ഒറ്റപ്പെടുത്തിയാലും നെവർ മൈൻഡായിട്ട് നമ്മളങ്ങ് പോകണം. നമുക്കിനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾ എന്ത് നല്ലത് ചെയ്താലും ഇത്തരക്കാർ നമ്മളെ തളർത്താനേ ശ്രമിക്കും. ഇവർ വേറെ കുറേ കൂട്ടും എല്ലാം ആയിട്ടിരുന്ന് അവർ തകർക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ ഭഗവാൻ ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതൊക്കെയാണ് ദൈവത്തിൻ്റെ ഓരോ കളികൾ. ഞാൻ ഇന്നിത് പറയാൻ കാരണം എന്തെന്ന് എല്ലാവർക്കും മനസ്സിലാവും. എനിക്കിന്ന് എന്തെങ്കിലും സ്ട്രെസ്സ് കിട്ടിയത് കൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നതെന്ന് എല്ലാവർക്കും ഞാനീ പറയുന്നതിൽ നിന്ന് മനസ്സിലാവും. നമുക്ക് വേണം. സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്ട്രെസ്സ് കാണും. സ്ട്രെസ്സിനെ നമ്മൾ അതിജീവിക്കാൻ പഠിക്കണം. ആ അതിജീവിക്കാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടുന്നത്. സ്ട്രെസ്സിനെ നമ്മൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എനിക്ക് ജീവിക്കേണ്ട എന്ന് പലപ്പോഴും തോന്നുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും
നമ്മൾ പിറ്റേന്നും എഴുന്നേറ്റ് ഒരുങ്ങി റെഡിയായി ജോലിക്ക് പോകാനുള്ള നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവാണ്. നമ്മൾ നല്ല ഏതിലും ഒറ്റയാനായാലും എങ്ങനെയായാലും നമ്മൾ മുന്നേറി വരുമെന്നുള്ള ആ വിശ്വാസമാണ് നമ്മളെ ഇത്രയും വയസ്സ് വരെയൊക്കെ എന്നെ ആയാലും എല്ലാ ആളുകളെ ആയാലും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ എനിക്കിന്ന് സ്ട്രെസ്സ് തന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ? എൻ്റെ സ്ട്രെസ്സിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് എന്നെ ഇന്ന് മോൻ വിളിക്കാൻ വന്നായിരുന്നു. ഇങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാലില്ല, നഴ്സറിയിൽ പോയി കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് നടാം. അതൊക്കെ വളർന്നു വരുമ്പോൾ അത് കാണുമ്പോൾ നല്ല സന്തോഷമാകുമെന്ന് വിചാരിച്ച്. ഇവിടെ വാഴയുണ്ട്, ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഞാനൊരു വാഴത്തൈ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ കുറച്ച് പച്ചക്കറി തൈകളൊക്കെ വാങ്ങിച്ചു കൊണ്ട് വന്ന് അപ്പോഴും മോൻ പറഞ്ഞു, അമ്മ ഞാനും കൂടെ നടാം, എല്ലാം വളർത്താമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന ചെടികളെല്ലാം ഞാൻ കാണിക്കാം കൂട്ടുകാരെ. അങ്ങനെ ആ ചെടികളെ ഞാൻ കാണിക്കാം. എൻ്റെ സ്ട്രെസ്സിനെ ഒഴിവാക്കാനായിട്ട് ഇന്ന് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് നട്ട വാഴത്തൈ, നടാനായിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്, നട്ടില്ല. വാഴത്തൈ മാത്രമല്ല വെണ്ടത്തൈ, അഗസ്ത്യച്ചീര, തക്കാളിത്തൈ, ഇത്രയും ഇന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇത് എനിക്ക് ഇന്ന് സന്തോഷത്തിന് നമ്മൾ അങ്ങനെ എൻ്റെ സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ ഞാൻ കൊണ്ടുവന്ന് നടാനായിട്ട് കൊണ്ടുവന്നതല്ല. എല്ലാവരും കണ്ടല്ലേ കൂട്ടുകാരെ, നിങ്ങൾ ഇതുപോലെ തന്നെ ഇന്നലെ മഴ പെയ്തില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇന്നത് വാങ്ങിച്ചത്. ഇങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും ഓരോ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് താനെ കുറയും. നമ്മൾ നന്നായിട്ടിരിക്കുന്നെന്ന് കാണുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് തരാനായിട്ട് ആളുകൾ നോക്കും, നമ്മളെ ഒറ്റപ്പെടുത്താൻ നോക്കും. എത്ര ഒറ്റയായാലും എനിക്ക് ഒരു വിഷയമില്ല, കാരണം ഞാൻ പണ്ട് തൊട്ടേ ഇതങ്ങ് ശീലിച്ചതാണ്. ഇത് ഈ ആളുകൾക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെയും ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള എൻ്റെ പ്രതീക്ഷയാണ്. ഞാൻ ഇത്രയും നാൾ ഇപ്പോൾ ജീവിക്കാൻ എനിക്കൊരു ഇൻസ്പിറേഷനായത് ഞാൻ തന്നെ എന്നെ സെൽഫ് മോട്ടിവേഷൻ ചെയ്താണ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റയാനായിട്ട് നിന്ന് ഇപ്പോൾ ഒരു ലേഡി, നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ സുനിത വില്യംസ് എന്ന് പറയുന്ന ആ മഹത് വ്യക്തി ഇത്രയും ഉയരങ്ങൾ കീഴടക്കി വന്നില്ലേ? അതെല്ലാം ആ മനസ്സിൻ്റെ ആ നാമം ജപിച്ചിരുന്ന്, നാമം ജപിച്ചിരുന്നാണെന്നാണ് പറയുന്നത്. അതെല്ലാം ഒരു പോസിറ്റീവാണ് കൂട്ടുകാരെ. നമ്മളെ തളർത്തുന്നവരുടെ മുമ്പിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് തന്നെ വരണം. ഇന്ന് എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും എനിക്കിന്ന് എന്തോ സ്ട്രെസ്സ് കിട്ടിയെന്ന്. സത്യമാണ്, കുറേ നാളായിട്ട് നല്ല പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പം ചില ആളുകൾക്ക് ഇത് കാണുമ്പം വിചാരിക്കും അവർക്ക് നമ്മളെ ഒന്ന് തകർത്താൽ കൊള്ളാമെന്ന് ഒരു ചിന്ത വരും. അത് അവരുടെ മനസ്സിൻ്റെ വൈകല്യമാണ്. ആ മനസ്സുകളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ ഇങ്ങനെ ചില സാഡിസ്റ്റുകളാണ്, ചില ആളുകൾ അങ്ങനെയാണ്. അവരെ മനസ്സിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ ഇങ്ങനെ അവരെ രീതിയിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. നമ്മൾ തളരാതെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മുന്നേറിപ്പോകാൻ നോക്കിക്കൊണ്ടിരിക്കണം. മറ്റുള്ളവർ നമുക്ക് ഒരു സ്ട്രെസ്സ് തരുമ്പം ഭഗവാൻ ഉടനെ അവർക്ക് തിരിച്ചൊരു സ്ട്രെസ്സ് ഭഗവാൻ ഏതെങ്കിലും രീതിയിൽ കൊടുത്തിരിക്കുക, അത് ഉറപ്പാണ്. അത് നമുക്ക് അപ്പോഴപ്പോഴും തന്നെ കണ്ടും കേട്ടും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. കേട്ടാ കൂട്ടുകാരെ, ഇതൊക്കെ ഓരോ അനുഭവ കഥകളും എനിക്ക് ഞാൻ തന്നെ നൽകുന്ന ചില മോട്ടിവേഷനും ഒക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ. ഞാൻ വന്ന പാടേതായി ഇവിടെ ഇരിക്കുകയാണ്. ഫുഡ് ഞാനിപ്പോൾ കഴിച്ചു. ഞാൻ കഴിച്ചത് എന്താണെന്ന് കാണിക്കാം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.